ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു VMC മലയാളം. ഇന്ന് നമ്മൾ സരസമ്മയുടെ ധ്യാന ദിവ്യ അനുഭവങ്ങളൊന്ന് കേൾക്കാം. ഓക്കെ, അമ്മ പറയൂ, ധ്യാനത്തിലേക്ക് വന്നിട്ട് എത്ര കാലമായി? ഞാൻ ധ്യാനത്തിൽ വന്നിട്ട് ഒരു വർഷമാകുന്നു. ഒരു വർഷമായി. ഓക്കെ, എത്ര മണിക്കൂർ ധ്യാനം ചെയ്യുന്നുണ്ട്? വെളുപ്പിന് 3 മണിയുടെ ധ്യാനം ചെയ്യുന്നുണ്ട്. ഞാൻ എന്റെ പിതാമഹ പത്രിജിക്ക് നന്ദി നമസ്കാരം പറയുന്നു. ഭൂമാതാവിന് നന്ദി, സീമാജിക്കും സുഭാഷിക്കും എല്ലാം എന്റെ നന്ദി നമസ്കാരം എല്ലാം ഉണ്ട്. പിന്നെ ഞാൻ വന്നിട്ട് ഒരു വർഷത്തോളം ആകുന്നു. കഴിഞ്ഞ ഒക്ടോബറിൽ 23 ഇതിനകത്ത് ചേരുന്നത്. പിന്നെ എന്റെ ജീവിതം ഒരു കലങ്ങി മറിഞ്ഞ് കിടക്കുന്ന ഒരു വലിയ സാഗരമാണ്. അങ്ങനെ കിടക്കുന്നതിന് തോന്നുന്നു ഞാൻ ഒത്തിരി ഡിപ്രഷനിലൊക്കെ ഇരിക്കുമ്പോഴാണ് ഇതിനകത്ത് വരുന്നത്. ഞാൻ പോകാത്ത ഇതുപോലുള്ള ഇടങ്ങളില്ല. അതായത് ഈ ദുഃഖത്തിൽ നിന്ന് കരകയറാൻ വേണ്ടി ഒരിക്കലാണ് ഇരുന്നിടത്തുനിന്ന് ഓടി ഇറങ്ങി ശാന്തിഗിരിയുടെ ഒരു ആശ്രമമുണ്ട്, അവിടെ പോന്നേല് അവിടെ പോകും. എവിടെ പോയിട്ട് എന്റെ ദുഃഖത്തിന് ഒരു പരിഹാരം വരുന്നില്ല. അവര് പറഞ്ഞില്ലേ പരിഹാര മാർഗം എവിടെ? ധ്യാനം ചെയ്തോളാൻ പറഞ്ഞു. പക്ഷെ ധ്യാനം എങ്ങനെയാണെന്ന് പറഞ്ഞു പഠിപ്പിച്ചു. അതൊക്കെ ചെയ്യും. അങ്ങനെ ഇങ്ങനെ വന്ന് ഇപ്പൊ ഒരു വർഷമായി VMCയിലെത്തിയിട്ട്. എങ്ങനെ VMCയിലെത്തി? VMCയിലെത്തിയത് എന്റെ ഒരു കുടുംബ സുഹൃത്തല്ല, അവൾ എന്റെ അനിയത്തിയാണ്. എന്നെ എന്റെ അനിയത്തിയോട് പറഞ്ഞ് അവള് രണ്ടുപേരും അടുത്തടുത്ത് താമസിക്കുന്ന ഒരു വീട്ടിലെ അംഗങ്ങളാണ്. അങ്ങനെ പറഞ്ഞ് വന്നത്. പത്തനംതിട്ട വെച്ചാണ് സീമാജിയെ ആദ്യം കാണുന്നത്. അന്ന് തൊട്ട് ഇന്ന് വരെ ചെയ്യുന്നുണ്ടത്. ഞാൻ ഉദ്ദേശിക്കുന്ന രീതിയിലോ ബാക്കിയുള്ളവർ ചെയ്യുന്ന രീതിയിലോ ഒന്നും എനിക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. എന്നാലും ഞാൻ മുടങ്ങാതെ ചെയ്യുന്നുണ്ട്. എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടായി? മാറ്റങ്ങൾ എന്ന് പറയാൻ എന്നെ സംബന്ധിച്ച് പറയുമ്പോൾ ഞാൻ ഒരുപാട് മാറി. എങ്ങനെ ഈ പറയും, എനിക്ക് ഒരുപാട് ദേഷ്യവും വിഷമങ്ങളും. ഞാൻ എല്ലാം വീട്ടിൽ വരുന്നവരോടെല്ലാം നന്നായിട്ട് സഹകരിക്കുകയൊക്കെ ചെയ്യും. പക്ഷേങ്കിൽ ഒരിക്കലും എൻ്റെ മുഖം തെളിയത്തില്ല. അപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിലും പറയും, അമ്മ എനിക്ക് എപ്പോ ആണെങ്കിലും അമ്മയുടെ മുഖം ഇങ്ങനെ ഇരിക്കത്തുള്ളൂ. അതായത് മുഖം മനസ്സിന്റെ കണ്ണാടിയാണ്. അപ്പൊ മനസ്സെപ്പോഴും അശാന്തി ആയതുകൊണ്ട് മുഖത്തും അതുണ്ടായിരുന്നു. ഇപ്പോഴൊക്കെ കൊച്ചുങ്ങൾ പറയുന്നത് അമ്മ ഇങ്ങനെയൊക്കെ ആണെന്ന് ഞങ്ങൾക്ക് അറിയത്തേ ഇല്ലായിരുന്നു. അതായത് ഞാൻ അവരോട് വരുമ്പോഴും അവരോട് സ്നേഹം കൊണ്ടൊക്കെ പെരുമാറുമെങ്കിലും അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ എന്നെ കാണുന്നത് വേറൊരു ഭാവത്തില്ല. അത് ശരി. ഇപ്പോഴോ? ഇപ്പൊ വ്യത്യാസം കാണുന്നുണ്ടോ? വ്യത്യാസമുണ്ട്. പിന്നെ എനിക്ക് മനസ്സ് ക്ലിയർ ആയപ്പോ മുഖത്തിലും ആ ഒരു ക്ലിയാരിറ്റി വന്നു അല്ലേ? മനസ്സ് ഒരുപാട് മാറിയെങ്കിലും എനിക്ക് തൃപ്തിയില്ല. അതെ, ഇനിയും പോരാ, സാധനം ഒന്നും പോരാ. അതുകൊണ്ട് എനിക്ക് അതുപോലെ എനിക്ക് വയ്യാതെ ഇരിക്കുന്ന ഈ അടുത്ത സമയത്ത് എനിക്കിപ്പോൾ ഒരു ഭയങ്കര ഒരു അനുഭവം ഉണ്ടായി. എന്താന്ന് വെച്ചാൽ അത് പിന്നെ ഞാൻ കുറച്ച് മല്ലിമുളകൊക്കെ വെയിലത്തിട്ടിരുന്നു. അപ്പോൾ ഞാൻ താഴെ ഇരുന്ന് ആഹാരം കഴിക്കുക, ഭയങ്കരമായിട്ട് കട്ടിൽ ഭയങ്കരമായിട്ട് വലിക്കുന്നതായിട്ട് ഞാൻ ഭയന്നു പോയി. ഞാൻ മേൾവശം തുറന്നിട്ടിട്ടാണ് വന്നേ. ആ ഉച്ച സമയത്തല്ലേ അവിടെ ആര് കയറാൻ. ഇപ്പോഴും എനിക്കത് ഓർക്കുമ്പം എനിക്ക് ഭയങ്കര ഭയമാണ് മനസ്സിൽ. അപ്പോൾ ആ സൗണ്ട് കേട്ടുകൊണ്ട് ഞാൻ ഓടി കയറി. ആ കൈയിരുന്ന് താത്തുവെക്കാൻ അത് ഞാൻ സ്റ്റെപ്പിൽ പിടിച്ചാ മേളിലോട്ട് കയറുന്നത്. അതുപോലും ഓർത്തില്ല. ഞാൻ ഈ കൈ വെള്ളം ഇരുന്നതും ശബ്ദം കേട്ട് ചാടി എണീറ്റതാണ്. വെള്ളവും ചോറും എല്ലാം കൈ ഇരിക്കും. അതുകൊണ്ട് ഞാൻ കയറി ചെന്ന് നോക്കിയപ്പം ഭയങ്കരമായിട്ട് മഴ പെയ്യുന്ന പോലെ വെള്ളം വരുന്നു. ഞാൻ താഴെ ഇരുന്നിട്ട് ഇത്രയും മഴ പെയ്ത് ഞാൻ കണ്ടില്ലല്ലോ എന്ന് വിചാരിച്ച് ഞാൻ വെളിയിലോട്ട് നോക്കിയപ്പം വേറെ ഒന്നും കാണുന്നില്ല. ഇവിടെ മേളിൽ നിന്ന് മാത്രമേ ഉള്ളൂ മഴ. ഈ മുളകും മല്ലിയും കിടക്കുന്നിടത്തൊക്കെ ചെറുതായിട്ടുണ്ട്. അതിനപ്പുറത്തോട്ട് ഒരുപാട് വെള്ളം വീഴുന്നുണ്ട്. അങ്ങനെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, അയ്യോ എൻ്റെ അമ്മരാനെ ഇത് എന്തോ പറ്റിയത്. നോക്കിയപ്പം ടാങ്കിൻ്റെ അവിടെ നിന്ന് പൈപ്പ് പൊട്ടിയിട്ട് വെള്ളം ഒഴുകുക. താഴെ വരെ വന്നു വെള്ളം, മുറ്റത്ത് വീഴുന്നുണ്ട് പൈപ്പിൽ കൂടെ വെളിയിൽ വന്നതിൻ്റെ. അതൊന്നും ഞാൻ കണ്ടില്ലായിരുന്നു. ഞാൻ വെളിയിലോട്ടുള്ള സൈഡിൽ ജനലിൻ്റെ അവിടെ പോരും തന്നെ ഉള്ളതുകൊണ്ട് അവിടെ പോയിരുന്ന് ആഹാരം കഴിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ അതെല്ലാം കണ്ട് എൻ്റെ കൊച്ചുങ്ങളോടെല്ലാം വിളിച്ചു പറഞ്ഞു, മക്കളെ എടി ഇങ്ങനെ കണ്ടടി എൻ്റെ നമ്മുടെ ആ ഗുരുവിൻ്റെ അനുഗ്രഹം കൊണ്ട് അതൊന്നും നനഞ്ഞില്ല. എന്നെ വിളിച്ച്. എന്നാലും ഇപ്പോഴും എനിക്ക് പേടിയാണ് ആ ശബ്ദം. കേട്ട ശബ്ദം ഇപ്പോഴും ഭയങ്കര പേടിയാണ് മനസ്സിൽ. ഓക്കെ, അപ്പോൾ അതായത് ചേച്ചിക്ക് ഇത്രയും വയസ്സായി, അപ്പൊ ഒറ്റയ്ക്കാണ്. കൂടുതൽ ബുദ്ധിമുട്ടിക്കരുത് അല്ലെ? എത്രയും പെട്ടെന്ന് ആ ശബ്ദം കേട്ടെങ്കിലാണ് ചേച്ചിക്ക് മുകളിലേക്ക് എത്തിപ്പെടാൻ പറ്റുള്ളൂ. അതെ, പിന്നെ അതൊക്കെ നനഞ്ഞു കഴിഞ്ഞാൽ അതൊരു എന്തിനാ ധ്യാനം ചെയ്യുന്ന ഒരു വ്യക്തിയെ ആ കുഞ്ഞു കാര്യങ്ങൾക്ക് പോലും വേദനിപ്പിക്കരുത് എന്ന് സത്യസന്ധമായിട്ടുള്ള സാധന ചെയ്യുന്നുണ്ട്. പ്രകൃതിയുടെ അനുഗ്രഹം എന്ന് വിചാരിച്ചാൽ മതി. നന്ദി പറഞ്ഞില്ലേ? എന്നിട്ട് അതുപോലെ എന്റെ ചെവിക്ക് അത് ഒരു ഡാമേജ് പറ്റിയതാ. അതങ്ങനെ പറ്റിപ്പോയി. അത് പറ്റി ഒരു ദിവസം ഈ അനിയത്തി ഉണ്ട് അവിടെ. അപ്പോൾ അങ്ങനെ ഇരുന്ന് ഞങ്ങൾ മെഡിറ്റേഷൻ ചെയ്ത് എണീറ്റപ്പോൾ ഞാൻ പറയും, എടി എൻ്റെ മക്കളെ
എന്റെ ചെവിക്കകത്തുനിന്ന് ഏതാണ്ട് തെറിച്ചങ്ങ് പോയടി. അപ്പൊ ഇപ്പൊ എനിക്കൊരു മുക്കാലും കേൾക്കാം. മറ്റേ ഒട്ടും കേൾക്കത്തില്ല. ഇത് അടഞ്ഞിരിക്കുന്നോണ്ട് ഇതിൽ കൂടെ ചൊവ്വിന് കേൾക്കത്തില്ല. അങ്ങനെ അത് രണ്ടനുഭവം എനിക്ക് പ്രത്യേകിച്ച് എടുത്ത് പറയാനുണ്ട്. ഞാൻ മരിച്ചാലും എന്റെ ആത്മാവ് ഇതിന്റെ കൂടെ തന്നെ നടക്കത്തുള്ളൂ. സത്യത്തിന്റെ കൂടെ. എനിക്ക് പിന്നെ വളരെ ചെറുപ്പം തൊട്ടേ ജാതി മതം അങ്ങനെയുള്ള ചിന്തകളൊന്നുമില്ല. പിന്നെ എനിക്ക് 2 മക്കള്, അവർക്ക് 2 അവരോടൊക്കെ ധ്യാനം പറഞ്ഞു കൊടുക്കൂ, പഠിപ്പിക്കൂ. അവരൊക്കെ വരും പോസിറ്റീവായിട്ടുള്ള ചിന്തയോട് കൂടി തന്നെ. ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് ഇപ്പോഴല്ലേ സമയമായിട്ടുള്ള അവർക്ക് ഒരു സമയമാകുമ്പോ. പിന്നെ എനിക്ക് വയസ്സ് 70, 68 ആണൊക്കെയാ ഞാൻ ഇതിനകത്ത് വന്നത്. അപ്പൊ എന്നില് എന്റെ പാപക്കറകളെല്ലാം അല്ലേ അവരൊക്കെ മാറി വരും. തീർച്ചയായിട്ടും ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കാനും, വിശന്നിരിക്കുന്നവർക്ക് വെള്ളം കൊടുക്കാനും, ആഹാരം കൊടുക്കാനും ഒക്കെ എന്റെ മോനും വളരെ താല്പര്യം കൊടുക്കുകയും ചെയ്യും. പക്ഷെ അവനും ഒരു എല്ലാം എന്റെ കൂടെ വരണവര് എല്ലാരും വരും. ഇനിയും സാധന തുടർന്നുകൊണ്ട് പോവുക. നമ്മളിൽ ശക്തി വർദ്ധിക്കുന്നതോറും നമ്മളിൽ മാറ്റം വരുന്തോറും നമ്മുടെ ചുറ്റുമുള്ളവരിൽ മാറ്റം വരും കേട്ടമ്മ. ഒരിക്കലും അതിലൊക്കെ നമുക്ക് ഒരുപാട് വർഷത്തെ പരിചയമുള്ള ഒരു കൂട്ടര് ഞങ്ങൾ താമസിക്കുന്ന ഫ്രണ്ടിൽ ഒരു വയലിന് അക്കരയായിട്ട് താമസമാണ്. ഇപ്പൊ ഈ ഇടയ്ക്ക് അവരത് എന്നെ കണ്ടാലൊന്നും മിണ്ടത്തില്ല. ഞാൻ എൻ്റെ കൊച്ചുങ്ങളോടൊക്കെ പറയാമായിരുന്നു, മക്കളെ അവർ നമുക്ക് പരിചയമുള്ള പക്ഷേ മിണ്ടത്തൊന്നും. ഈയിടയ്ക്ക് ഒരു ദിവസം വന്ന് ഞാൻ പെരക്കകത്തിരിക്കുക, ചേച്ചിയെ എന്ന് വിളിക്കുന്നു. ചേച്ചി കഴിഞ്ഞ ദിവസം വൈകിട്ട് എവിടെ പോയതായിരുന്നു? വണ്ടിയെ കയറി പോകുന്ന കണ്ടപ്പോൾ മോടെ അടുത്തെങ്ങാനും പോയതാണോ എന്ന് വിചാരിച്ചു. എൻ്റെ ചേച്ചിയുടെ മോള് വന്നു. എനിക്ക് തലകറക്കം വന്ന് മെഡിക്കൽ കോളേജിൽ പോയി. ഇടയ്ക്ക് തലകറക്കം വന്ന് എനിക്ക് തീരെ അങ്ങ് ഞാൻ പോകാതൊക്കെ ഇരുന്നു. പക്ഷെ എനിക്ക് പോകേണ്ടി വന്നു, പോയി. അപ്പോൾ അതറിഞ്ഞുകൊണ്ട് ചേട്ടത്തിയുടെ മോള് വന്ന് കൊണ്ടുപോയതാണ്. അപ്പോൾ അവര് ഒരിക്കലും ഞാനിപ്പോൾ അവിടെ താമസമായിട്ട് 15 വർഷമായി. അതിനിടയ്ക്ക് ഒരിക്കൽ പോലും മിണ്ടിയിട്ടില്ല എന്നോട്. അപ്പൊ ഈ ധ്യാനത്തിൽ വന്ന ശേഷമാണ് ആ പുള്ളിക്കാരി വന്ന് പറഞ്ഞ്, ചേച്ചി എന്തുമായിരുന്നു ഇന്ന് കഴിഞ്ഞ ദിവസം പോയത്? പിന്നെ 10 ദിവസമായിട്ട് കണ്ടുമില്ല, ആരോട് ചോദിക്കാൻ. അതെ, ഇങ്ങനെയൊക്കെ സംഭവിച്ചതിനെ എങ്ങനെയാ മനസ്സിലാക്കുന്നത്? അത് ഈ ധ്യാനത്തിൽ വന്നതിന് അതിന്റെ ഗുണം കൊണ്ടുണ്ടായി. അതെ, അതായത് ഇപ്പൊ എന്താണ് ധ്യാനത്തിലൂടെ സംഭവിക്കുന്ന അന്തരംഗം ശുദ്ധീകരിക്കുകയാണ്. നമ്മൾ ശുദ്ധിയാവും തോറും നമ്മൾ പ്രകാശിച്ചു തുടങ്ങും. അപ്പൊ നമ്മളെ നോക്കുകയും മിണ്ടുകയും ഒന്നും ചെയ്യാത്തവരുടെ കണ്ണിലും മനസ്സിലൊക്കെ നമ്മൾ പെടും. അതാണ് ഉണ്ടായത്. അപ്പൊ ധ്യാനത്തിന് നന്ദി. ഇനിയും ഇതൊന്നും പോരാ, ഈ സാധനം ഒന്നും പോരാ. എനിക്ക് ഒട്ടും തൃപ്തിയില്ല. അപ്പൊ ഇനി കൂടുതൽ സാധന ചെയ്യാം. ഓക്കെ, താങ്ക് യു. ഒരിക്കലും ഞാൻ മാറത്തില്ല. താങ്ക് യു. ഞാൻ മാറത്തില്ല. യെസ്.